GST ഇരട്ട സ്ലാബിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. പുതുക്കിയ നിരക്കുകൾ സെപ്റ്റംബർ 22 മുതൽ പ്രാബല്യത്തിൽ വന്നേക്കും. GSTയിൽ ഘടനാപരമായ മാറ്റമാണ് വരുത്തിയതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. GSTയിൽ ഇനി 2 സ്ലാബുകൾ മാത്രമെന്നും പുതിയ നിരക്കുകൾ കർഷകർക്ക് ഗുണകരമാകുമെന്നും നിർമ്മല സീതാരാമൻ. വിവരങ്ങൾ നൽകാൻ അബ്ദുൾ റഷീദ് ഉണ്ട്. റഷീദ്, ഈ 4 തരത്തിലുള്ള നികുതി സംവിധാനത്തെ 2ആയി കുറയ്ക്കുക എന്നതായിരുന്നു ഈ GST കൗൺസിൽ യോഗത്തിന്റെയൊക്കെ പ്രധാനപ്പെട്ട അജണ്ട. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അവശ്യ വസ്തുക്കൾക്കൊക്കെ വിലക്കുറവാണെങ്കിലും സംസ്ഥാനത്തിന്റെ വരുമാനമുണ്ട്. അതായത് സംസ്ഥാനത്തിന്റെ കീശയിൽ കൈയിടൽ എന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇവിടെ മറ്റ് സംസ്ഥാനങ്ങളുടെ അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടോ ധനമന്ത്രിക്ക്? വർഷ തീർച്ചയായും സംസ്ഥാനത്തിനകത്ത് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. ധനമന്ത്രിമാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശങ്കകൾ GST കൗൺസിലിൽ പങ്കുവച്ചിരുന്നെങ്കിൽ പോലും അത് മുൻകൈ എടുക്കാത്ത ഒരു നീക്കമാണ് ഇപ്പോൾ GST കൗൺസിലിന്റെ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വിവേചനപരമായിട്ടുള്ള നടപടിയല്ല, GSTയിൽ ഘടനാപരമായിട്ടുള്ള മാറ്റമാണ് വരുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നിർമ്മല സീതാരാമൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത്. GSTകൾ ഇനി 2 സ്ലാബുകളിൽ മാത്രമായിരിക്കും. പുതുക്കിയ നിരക്കുകളൊക്കെ തന്നെയും കർഷകർക്ക് അതോടൊപ്പം സാധാരണക്കാർക്കും ഗുണകരമാകുന്നതാണ് എന്നുള്ള കാര്യമാണ് നിർമ്മല സീതാരാമൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും 175 ഉൽപ്പന്നങ്ങളുടെ വില കുറയുമെന്നുള്ളതാണ് ഇപ്പോൾ GST പരിഷ്കരണത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ. വസ്ത്രങ്ങൾക്ക് വില കുറയും, ഹെയർ ഓയിൽ, അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സോപ്പ്, ഷാമ്പു എന്നിവയ്ക്ക് 5% നികുതി ഉണ്ടാവുക. ഇത്തരത്തിൽ ഈ നികുതി ഏർപ്പെടുത്തുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള വിലക്കുറവ് ഉണ്ടാകുമെന്ന് കൂടി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ അവശ്യ വസ്തുക്കൾക്ക് 18% നിന്നും 5%ത്തിലേക്കാണ് നികുതി കുറച്ചിരിക്കുന്നത്. അതോടൊപ്പം ഈ ആരോഗ്യ രംഗത്തും വലിയ മാറ്റങ്ങൾ വരുത്താനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നു. ഈ ഹെൽത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട നികുതികൾ 18% നേരത്തെ ഉണ്ടായിരുന്നത്. ഇവ പൂർണ്ണമായും ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ലൈഫ് ഇൻഷുറൻസുകൾക്കൊന്നും തന്നെ നികുതി ഉണ്ടായിരിക്കില്ല. അതോടൊപ്പം തെർമോമീറ്റർ, മെഡിക്കൽ ഗ്രേഡ് ഓക്സിജൻ, അത്തരത്തിലുള്ള മെഡിക്കൽ ഉൽപ്പന്നങ്ങൾക്കൊക്കെ തന്നെയും 5%ത്തിലേക്ക് GST കുറക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇവ 18%, 12% ഒക്കെ തന്നെ ആയിരുന്നു. ഇനി അത് 5%ത്തിലേക്കായിരിക്കും ഉണ്ടാവുക. ഇതും ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക്, അതായത് ഈ ആരോഗ്യ മേഖലയിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് വില കുറയാൻ സാധ്യമാകും എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം ഈ കാർഷിക രംഗത്ത് വിവിധ ഉൽപ്പന്നങ്ങൾക്ക് വില കുറക്കുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും ഈ ട്രാക്ടറുകൾക്കും ട്രാക്ടർ നിർമ്മിത ഉൽപ്പന്നങ്ങൾക്കും അസംസ്കൃത വസ്തുക്കൾക്കൊക്കെ തന്നെയും 18% നിന്നും 5%ത്തിലേക്ക് നികുതി വെട്ടിക്കുറച്ചിട്ടുണ്ട്. ട്രാക്ടറുകൾക്ക് 12% നിന്നും 5%ത്തിലേക്കാണ് നികുതി കുറച്ചിരിക്കുന്നത്. അതോടൊപ്പം ഈ കീടനാശിനികളും അസംസ്കൃത വസ്തുക്കൾക്കും 12% നിന്നും 5%ത്തിലേക്ക് നികുതി വെട്ടിക്കുറക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ മേഖലയിലും വലിയ സാമ്പത്തിക മാറ്റം ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് നിർമ്മല സീതാരാമൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് സംസ്ഥാനത്തിനകത്ത് ഈ വില സാധാരണഗതിയിൽ ഈ നിത്യോപയോഗ സാധനങ്ങൾക്കൊക്കെ തന്നെയും വില കുറയുന്ന സാഹചര്യം ഉണ്ടാകുമെങ്കിൽ പോലും GST വരുമാനത്തിൽ വലിയ ആശങ്ക ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് സംസ്ഥാന ധനമന്ത്രിമാരൊക്കെ തന്നെ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം ആഡംബര വസ്തുക്കൾക്ക് 40% നികുതി നിലനിർത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം പാൻ മസാല, സിഗരറ്റ് എന്നിവയ്ക്കും 40% ഉണ്ടാകും. അതോടൊപ്പം ഈ സംസ്ഥാനങ്ങളിൽ ലോട്ടറിയുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. നേരത്തെ ഈ 40% ആഡംബര വസ്തുക്കളിൽ ലോട്ടറി ഉൾപ്പെടുത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. ഇതിലൊരു തീരുമാനം കേന്ദ്രമന്ത്രി നൽകിയിട്ടില്ല. അതെല്ലാം ജീവൻ രക്ഷാ മരുന്നുകൾക്കും നികുതി ഒഴിവാക്കിയിട്ടുണ്ട്. 33 ജീവൻ രക്ഷാ മരുന്നുകൾക്കാണ് ഇപ്പോൾ നികുതി ഒഴിവാക്കിയിരിക്കുന്നത്. ക്യാൻസറിന്റെ മരുന്നുകൾക്കും നികുതി ഈടാക്കില്ല എന്ന് കൂടി മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ ഈ ഘടനാപരമായ മാറ്റമാണ് എന്നുള്ളതാണ് കേന്ദ്ര ധനമന്ത്രി ആവർത്തിച്ച് പറയുന്നത്. ഇതിനോടകം തന്നെ കേരളം, അതുപോലെ തന്നെ പശ്ചിമബംഗാൾ, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങൾ വലിയ ആശങ്കയാണ് ഈ GST പരിഷ്കരണത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ മറ്റ് സംസ്ഥാനങ്ങൾ ഒരു ആശങ്ക രേഖപ്പെടുത്തുമ്പോൾ ഇത് ഒരു ഘടനാപരമായ മാറ്റമാണോ? വർഷ, ഈ ചോദ്യം തന്നെയാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്നത്. കാര്യം ഈ വാർത്താ സമ്മേളനം ആരംഭിക്കുമ്പോൾ തന്നെ ധനമന്ത്രി വ്യക്തമാക്കിയത് ഇത് ഘടനാപരമായിട്ടുള്ള മാറ്റമാണ്, ഏതെങ്കിലും സംസ്ഥാനത്തിനോട് പ്രത്യേക വിവേചനം വരുത്തിക്കൊണ്ടുള്ള മാറ്റമല്ല, ഇത് രാജ്യത്തെ മൊത്തത്തിലുള്ള മാറ്റമാണ് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നു വാർത്താ സമ്മേളനം ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ നികുതിയിൽ വലിയ മാറ്റം സംഭവിക്കുന്നുണ്ടെങ്കിലും അതോടൊപ്പം ചില നിത്യോപയോഗ സാധനങ്ങൾക്കും കാറുകൾക്കും ചെരുപ്പുകൾക്കൊക്കെ തന്നെയും വില കുറയുന്ന സാഹചര്യം ഉണ്ടാകുമെങ്കിൽ പോലും സംസ്ഥാനത്തിന്
സംസ്ഥാനത്തിനകത്ത് സാമ്പത്തിക പിരിമുറുക്കം ഉണ്ടാകുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. പ്രത്യേകിച്ചും കേരളത്തിലടക്കം പ്രതിവർഷം 10,000 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജ്യത്താകമാനം 97,000 ലക്ഷം കോടിയോളം രൂപ ഇപ്പോൾ ധനനഷ്ടം ഉണ്ടാകുമെന്നുള്ളതാണ് വ്യക്തമാവുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ ആശങ്കകൾ പ്രത്യേകിച്ചും കേരളം, തമിഴ്നാട്, കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ധനമന്ത്രിമാർ ഇത്തരം ആശങ്കകൾ ഈ കൗൺസിൽ യോഗത്തിൽ പങ്കുവച്ചിരുന്നു. അത് മന്ത്രി പ്രത്യേകം പറയുകയും ചെയ്തിരുന്നു. ചില സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ പോലും ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലെയും അത് പ്രത്യേകിച്ചും ഈ BJP ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിലെ ഒക്കെ തന്നെയും മന്ത്രിമാരും അതോടൊപ്പം ഉദ്യോഗസ്ഥരും ഇത് അനുകൂലിക്കുന്ന സമീപനമാണ് എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി മന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സംസ്ഥാനങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുന്ന സാഹചര്യമാണുള്ളത്. നേരത്തെ തന്നെ ഇത്തരത്തിൽ കേരളത്തിന് പ്രത്യേകിച്ചും വിവിധ സാമ്പത്തിക പ്രതിസന്ധികളിൽ പിരിമുറുക്കുന്ന ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ GST പരിഷ്കരണം കൂടി വരുന്നത്. നിലവിൽ കഴിഞ്ഞ വർഷം വരെ 24,000 കോടി രൂപയാണ് സാമ്പത്തിക ഈ GST നിരക്കിലെ സാമ്പത്തിക നഷ്ടപരിഹാരമായി കേരളത്തിന് ലഭ്യമാകാനുള്ളത്. 54,000 കോടി രൂപയിൽ നിന്ന് 32,000 കോടി രൂപ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത് KN ബാലഗോപാൽ ഇന്ന് രാവിലെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും നിലവിൽ ഈ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും സംസ്ഥാനത്തിനകത്ത് പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യം തന്നെയാണ് തീർച്ചയായും റഷീദ്, ഈ BJP ഇതര സംസ്ഥാനങ്ങളുടെ പരിമിതമായ ആവശ്യങ്ങൾ പോലും അംഗീകരിക്കാത്തൊരു കേന്ദ്ര സർക്കാരാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ GST പരിഷ്കരണം വരുമ്പോൾ അവിടെ പല സംസ്ഥാനങ്ങളിലെയും ഒരു സാമ്പത്തിക പിരിമുറുക്കം കൂടി ഉണ്ടല്ലേ? വർഷ തീർച്ചയായും ഈ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് എല്ലാ സംസ്ഥാനങ്ങളെയും ബാധിക്കുന്ന ഒന്നാണ്. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനമായിരുന്നു ഇത് GSTയിൽ 2 സ്ലാബുകളാക്കി ഇളവ് വരുത്തുമെന്നുള്ളത്. ആ ഒരു പ്രഖ്യാപനം നടപ്പിലാക്കുക എന്നുള്ള നീക്കത്തിൽ തന്നെയായിരുന്നു കൗൺസിൽ യോഗം മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുള്ളത്. അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഈ ആശങ്കകൾ പങ്കുവെച്ച സംസ്ഥാനങ്ങളുടെ ഇത്തരം വിഷയങ്ങൾ കാര്യമായിട്ട് ചർച്ച ചെയ്യാതെ പോവുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും കേരളവും തമിഴ്നാടും കർണാടക അടക്കം സംസ്ഥാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പങ്കുവെച്ചപ്പോൾ BJP ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളൊക്കെ തന്നെയും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാടാണ് സ്വീകരിച്ചത്. പ്രധാനമന്ത്രിയുടെ ഈ ഒരു പ്രഖ്യാപനം ദീപാവലിക്ക് മുമ്പ് തന്നെ ഈ ഒരു സ്ലാബുകൾ പ്രാബല്യത്തിൽ വരുത്തുക എന്നുള്ളതായിരുന്നു. ഇതിന്റെ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ സെപ്റ്റംബർ 22-ാം തീയതി മുതൽ ഇത് പ്രാബല്യത്തിൽ വരുത്താനുള്ള ഒരു തീരുമാനം കൗൺസിൽ യോഗം എടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സാമ്പത്തിക പ്രതിസന്ധി BJP ഇതര സംസ്ഥാനങ്ങൾക്കൊപ്പം മറ്റു സംസ്ഥാനങ്ങൾക്ക് കൂടി ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടി ഇപ്പോൾ മറ്റു സംസ്ഥാന അതായത് BJP ഇതര സംസ്ഥാനങ്ങളെ ധനമന്ത്രിമാർ കൂടി ആശങ്ക പങ്കുവെക്കുന്നുണ്ട്. അതേസമയം ഈ ബില്ലിനെയും അതോടൊപ്പം ഈ സ്ലാബിനെയും അംഗീകരിക്കുന്ന നിലപാടാണ് BJP സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ധനമന്ത്രിമാർ കൗൺസിൽ യോഗത്തിൽ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെ വർഷം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ BJP ഇതര സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ പങ്കുവെച്ചിട്ടുള്ള ആശങ്ക അത് മുഖവിലക്കെടുക്കാൻ പോലും അല്ലെങ്കിൽ ചർച്ചക്കെടുക്കാൻ പോലും തയ്യാറാവാത്ത ഒരു നിലപാടായിരുന്നു നിർമ്മല സീതാരാമന്റെയും അതോടൊപ്പം മറ്റു മന്ത്രിമാരുടെയും ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സംസ്ഥാനത്തിന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ആശങ്കയായി നിലനിൽക്കുന്നത്. ശരി റഷീദ്. അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നൽകിയത്.